ഇതെന്ത് ഇവിടെ? മനസ്സിലായില്ലേ? ഇതൊരു വീട്. ആരുടെ വീട്? സമീരക്ക് ഇഷ്ടായോ? നല്ല ഭംഗിയുണ്ട്. എടുത്തോ. ഈ വീട്ടുകാരൻ എന്നെ ഓടിക്കും. വീട്ടുകാരൻ സമ്മതിച്ചാലോ? എങ്കിലൊക്കെ. സമ്മതിച്ചിരിക്കുന്നു. ജീവന്റെ ആണോ? സത്യം? ഒരു സ്പാനിഷ് എഞ്ചിനീയറുടെ വീടായിരുന്നു. അയാൾ നാട്ടിൽ പോയപ്പോ ചുളു വിലക്ക് കിട്ടി, വിത്ത് ഫർണിച്ചർ. വെൽക്കം. ബ്യൂട്ടിഫുൾ. രാധാകൃഷ്ണൻ പോലും പറഞ്ഞു കേട്ടില്ലല്ലോ ഇതിനെ കുറിച്ച്. വാങ്ങിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. അവനറിയാം സമീരക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാണ്ടിരുന്നതാ. ഞാൻ ഈ വീട്ടിലേക്ക് മാറും. ആ വീട് എനിക്ക് പറ്റാണ്ടായിരിക്കുന്നു. അവിടെ സ്വൈര്യം കിട്ടില്ല. എന്നെ തകർത്ത വീടാ. അതിനുള്ളിൽ എന്റെ കരച്ചിലുണ്ട്, സങ്കടങ്ങളുണ്ട്, അമർഷവും പകയൊക്കെ ഉണ്ട്. സ്നേഹമില്ലാത്ത വീട്. ജോസേട്ടൻ എടുത്തോട്ടെ അത്. നന്നായി, വളരെ നന്നായി. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ജീവൻ കരുതുന്ന പോലെ അല്ല ജോസങ്കിൾ. ജീവന് നല്ല ഇഷ്ടാണ്. ശരിയായിരിക്കാം. പക്ഷെ ഡാഡിയുടെ മുഖമായിട്ട് വരുമ്പോ എനിക്ക് ആ ചിരിയും ആ നോട്ടവും. അത് ജോസങ്ങളുടെ കുറ്റമല്ലല്ലോ. നോ പ്ലീസ്, നമുക്കത് വിടാം. അത്തരം കാര്യങ്ങളൊന്നും നമുക്കിവിടെ സംസാരിക്കണ്ട. ഈ അന്തരീക്ഷം, വീട്, അതൊന്നും കേട്ട് പൊല്യൂട്ടർ ആണ്ട. എന്നാൽ ഈ വീടിന് ചേർന്നൊരു കാര്യം ഞാൻ പറയട്ടെ. പറയ്. പറഞ്ഞ അനുസരിക്കണം. പറയേ. എനിക്ക് വാക്ക് തരണം. എന്താ ചിരിക്കണേ? വാക്ക് തരൂ. സമീര, ഈ കണ്ണുകൾ ചൂഴ്ന്നു തരാൻ പറയൂ. ഈ നിമിഷം തരും. ഈ ശരീരത്തിലോടുന്ന രക്തം മുഴുവൻ ചോർത്തി തരാൻ പറയൂ. തരും. അതൊന്നും വേണ്ട. ഇതൊരു നിസ്സാര കാര്യം. സമീര എന്തു പറഞ്ഞാലും ജീവനത് നിസ്സാരം. 7 കടലും കടന്ന് 7 ഭൂതങ്ങളെയും വധിച്ച് ബന്ധനസ്ഥയായ രാജകുമാരിയെ കൊണ്ടുവരാൻ പറയൂ. കൊണ്ടുവരും. 7 കടലും കടക്കണ്ട, 7 ഭൂതങ്ങളെയും വധിക്കണ്ട. മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തൂടെ? പുതിയ വീട്ടിൽ താമസാവുമ്പോ ചേട്ടന്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് പറ്റുന്ന ആളാവരുത് ജീവൻ. ജോലി ചെയ്ത് സമ്പാദിക്കണം. 6 വർഷമായി നിർത്തിയിട്ട്. പഠിച്ചതൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എന്റെ തലയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ളൂ. 5 കൊല്ലം. ആ കാലം, അതിലാ ഞാൻ ജീവിക്കുന്നത്. പോണ്ടിച്ചേരിയിലെ കടല് എനിക്ക് മാഹിയിലെ കടല. പുഴ മയ്യായിപ്പുഴ. കൂടെ സമീര. പിന്നെ കുറെ മഞ്ചാടി കുരുക്കളും മയിൽപ്പീലി തുണ്ടും വളപ്പൊട്ടുകളും. അതൊന്നും വിട്ടുകളയാൻ പറയരുത്. ഇമാജിനേഷൻ മാത്രമാണോ ജീവിതം? സമീര പ്ലീസ്, ഇമാജിനേഷൻസ് പറഞ്ഞാൽ എന്നെ നെഗ്ലക്ട് ചെയ്യരുത്. ഓൾ റൈറ്റ്. എനിക്കൊന്നേ വേണ്ടൂ. ഈ വീടിന്റെ മുന്നിൽ ഒരു നെയിം ബോർഡ് വെക്കണം. ഡോക്ടർ കെ ജീവൻ ജോർജ്, MBBS. ഇനിയിപ്പോ ഒരു തോന്നലിൽ ഇറങ്ങുന്നു പറഞ്ഞാ എല്ലാം കെട്ടിപ്പറക്കണം. അത് ആലോചിച്ചിട്ട് മതി. വാടക വീടാണെങ്കിലും സമാധാനം ഉണ്ടല്ലോ. വീട്ടിലേക്ക് മാറി താമസിക്കാമെന്ന് ആലോചിച്ചിട്ടില്ല. അവന്റെ ഈ ചേഞ്ച് അതാ എന്നെ സന്തോഷിപ്പിക്കണേ. ചേഞ്ച് കുര്യനെങ്കിൽ പറയണത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കണ്ട. അങ്ങേർക്ക് ഇത്തിരി കൂടുതൽ അവന്റെ ഭാഗം പറച്ചില്. അവര് വരുമ്പോ നീ മുള്ളു വെച്ച് സംസാരിക്കരുത്. ഞാനൊന്നും മിണ്ടത്തില്ല. പോരെ? മിണ്ടാതിരിക്കല്ലേ വേണ്ടത്, മിണ്ടണം. ഇത്രനാളും ഭാര്യ പറഞ്ഞെടുത്ത് ആ ജോസ് ആയിരുന്നല്ലോ കംപ്ലൈന്റ്. ഇപ്പൊ അവരും ഒരു പെണ്ണ് പറഞ്ഞതാ പ്രമാണം. ഇനി എന്നെ ഭരിക്കാൻ വരരുത്. അതൊന്ന് പറഞ്ഞേക്കണം അവളോട്. ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവര് വന്നും തോന്നുന്നു. ജീവൻ എന്താ നാണിച്ചിരിക്കണേ? ഇറങ്ങ്. നാണം ഉണ്ടാവും. ഒരു ഏട്ടന്റെ വീട്ടിലേക്ക് അനിയന് ആദ്യമായിട്ടല്ലേ വരണത്. എന്താ മടിച്ചു നിൽക്കണേ? വാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ. ഇനി വിശ്വാസമായില്ലേ? അത് ശരി.
വാടാ വാ. ഇപ്പൊ ഞാൻ പുറത്തായി. ഇനിയും ഇവര് വഴക്കിടുമ്പോ എന്റെ അടുത്ത് വരും. അപ്പൊ ഞാൻ വഴക്കിടും. ഒന്ന് വേഗം വരൂ. നീ അവൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സമ്മതിക്കിച്ചിനി. ഓ സാറില്ല. ഞാൻ നോക്കിട്ട് ഇപ്പൊ അവിടെ ഉണ്ടെന്ന്. ഇവൻ മാറി താമസിച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത് എന്തിനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിച്ചൂടെ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. ദേ ചോദിച്ചു നോക്ക്. ഏതായാലും 4-5 കൊല്ലത്തേക്ക് ജീവൻ ഇവിടെ ഉണ്ടാവില്ല. തിരിച്ചു വന്നതിന് ശേഷമുള്ള കാര്യം അപ്പാലോചിച്ച പോരെ? 4-5 കൊല്ലം പിന്നെ എങ്ങനെ പോവുക? ആ അത് പറയാം. പറയേ. മദ്രാസിലേക്ക്. എന്താ മദ്രാസില്? ജീവൻ വീണ്ടും MBBS ജോയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞ് MDയും ചെയ്തിട്ടേ വരൂ. ഡോക്ടർ ജീവൻ ജോർജ് MBBS MD. ജീസസ്. സന്തോഷായി. ജോസഫിന് ഭയങ്കര സന്തോഷായി. സമീര, കുട്ടിയോട് എങ്ങനെയാ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കണ്ട. ചെലവ് ചെയ്യണം. എന്ത് വേണം പറഞ്ഞോളൂ. നമുക്ക് തങ്ങളുടെ ആഘോഷിക്കാം അല്ലേ കുരുന്നെങ്കിൽ? പിന്നെ രാധാകൃഷ്ണ അവൻ അടുക്കളയിലുണ്ടാവും. എടാ രാധാകൃഷ്ണോ, റണ്ണിംഗ് ആണ്. സമീര ഇനി ഒരു ഉപകാരം കൂടെ ചെയ്തു തരണം. ഇവന്റെ ഈ കോമാളി വേഷം ഒന്ന് മാറ്റി തരണം. താടി അത് പിന്നെ ഷേവിംഗ് രവചയാണ്, വടിക്കണ്ട. മുടിയോ ഈ കാടൊന്ന് വെട്ടി വെടിപ്പാക്കണം. നീ എന്താ ഇരിക്കണേ? നിങ്ങളെന്തായാലും ചിരിച്ചേ. രാധാകൃഷ്ണ, അടുത്ത സാറ്റർഡേ ഒരു പാർട്ടി നമ്മുടെ റെസ്റ്റോറന്റില്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കണം, ഗംഭീരാക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. അടിച്ച് പൊളിക്കാന്ന്. സമീര വിൽ ബി അവർ ചീഫ് ഗസ്റ്റ്. സാറ് Sometimes when I'm down and all alone, I feel just like a child without a home. Love you give me keeps me hanging on, honey. All I ജീവ, ever need you. നീ എന്ത് ലേറ്റായി? കുറച്ച് ലേറ്റായി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹായ് ജീവട്ടൻ. ഹായ്. കലക്കുണ്ട് കേട്ടോ. ഇതാണ് പെണ്ണൊരുമ്പെട്ടാൽ. എപ്പോഴാ? കമ്മിങ് സാർ. ബിസ്കി സർ. No. Orange juice. 1 minute sir. And they go, and we watch the melting snow. ഹായ്. സർ ജ്യൂസ്. No. Whiskey. ജീവൻ, മീറ്റ് മിസ്റ്റർ റൊണാൾഡ്. ഹലോ. Don't touch. You bastard. Stop it. ജീവൻ, ജീവ, വാട്ട് നോൺസെൻസ് യു ഡൂയിങ്? എന്നോട് മിണ്ടരുത്. എന്തായാലും മോശമായി പോയി. ഐ ആം നോട്ട് ഫ്രണ്ട്സ്. ഐ ആം ഇന്ത്യൻ. ഇവൻ എന്ത് പ്രാന്തായി കാട്ടണേ? Stop it! ജീവൻ, stop it! What the hell you are doing? എനിക്കിഷ്ടമല്ല. കണ്ടവനോട് അഴിഞ്ഞാടുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്യുന്നത് അഴിഞ്ഞിട്ടാണോ? അത് അവരുടെ കസ്റ്റമാണ്. I have to keep up my manners. കസ്റ്റം, മാനസ്, റെഡിക്കുലസ്. എനിക്കിഷ്ടമല്ല. ഇതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട്, എന്റെ മര്യാദകളുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ, അല്ലെങ്കിൽ കാമുകിയ പെങ്ങൾ ആരെങ്കിലും ആണോ? എല്ലാമാണ് ഇവരിൽ തുമ്പിൽ പോലും ഒരാൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ സഹിക്കില്ല. I cannot tolerate. Because I love you. I love you.
സമീര